നമസ്കാരം. ഇന്നിപ്പോൾ രാവിലെ നമ്മളെല്ലാവരും ഒരു വാർത്ത കേട്ടല്ലോ. എറണാകുളം മലയാറ്റൂരിൽ 19 വയസ്സുള്ള ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു. കൊന്നത് ആൺ സുഹൃത്താണ്. ആൺ സുഹൃത്ത് എന്ന വിശേഷണം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പൊ നമുക്ക് സംശയമുണ്ട്. സുഹൃത്തല്ല എന്നേതായാലും നമുക്ക് ഈ കൊലപാതകത്തോടെയെങ്കിലും ബോധ്യമായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിന്റെ വിഷ്വലൊക്കെ കണ്ടപ്പോഴേ CCTV ദൃശ്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത്, ഫ്രണ്ട്സിന്റെ കൂടെ പോവുകയാണ്, പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ശനിയാഴ്ച ഇറങ്ങിയതെന്ന് പറയുന്നു. ഈ CCTV ദൃശ്യത്തിൽ കാണുന്നത് ഞായറാഴ്ച അതിരാവിലെ, അതായത് പാതിരാത്രി, നമ്മളെല്ലാവരും കിടന്ന് പുതച്ചു മൂടി കിടന്ന് ഉറങ്ങുന്ന സമയമുണ്ടല്ലോ, 1:53. ആ സമയത്ത് ആൺ സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ എത്തി അവിടെ നിൽക്കുന്നതാണ്. കൂടെ വേറെയും 2 സുഹൃത്തുക്കളുണ്ട്. അതും ഒരാൺ സുഹൃത്തും ഒരു പെൺ സുഹൃത്തുമാണെന്നാണ് തോന്നുന്നത്. അവർക്കിതിലുള്ള പങ്കൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പങ്കില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അത് മാത്രമല്ല, 19 വയസ്സുള്ള ഈ പെൺകുട്ടിയും ഇവളുടെ ആൺ സുഹൃത്തായ ഇവളെ കൊല ചെയ്ത ആ അലനും മദ്യപിച്ചിരുന്നു. ഏവിയേഷന് പഠിക്കുന്ന കുട്ടിയാണ്, 19 വയസ്സേ ഉള്ളൂ. മദ്യപിച്ച് അതിനെ തുടർന്ന് ലെക്ക് കെട്ടുണ്ടായ വാക്ക് തർക്കത്തിനൊടുവിലാണ് ഇവൻ പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിന് തലയ്ക്കടിച്ച് കല്ലുകൊണ്ടടിച്ച് കൊന്നതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ട്. മാതാപിതാക്കൾ ചിന്തിക്കണം. ഒരുപാട് തവണയായി ഞാൻ തന്നെ ഇത് ആവർത്തിച്ച് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. മക്കൾ എവിടെ പോകുന്നു, ആരൊക്കെയാണ് അവരുടെ സുഹൃത്തുക്കൾ, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് മാതാപിതാക്കൾ ഇനിയും അന്വേഷിക്കാതിരുന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ മക്കളുടെ ശവശരീരങ്ങൾ തുടർച്ചയായിട്ട് കാണുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവർ തർക്കമുണ്ടാകുന്ന സമയത്ത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇവൻ സമ്മതിച്ചു. ഈ കൊല ചെയ്തവൻ പോലീസിനോട് സമ്മതിച്ച കാര്യമാണ്. ആ മദ്യപിച്ചിട്ടാണ് ഇവൻ ഈ ബൈക്ക് ഓടിച്ചു പോയത്, ഇവളെയും പുറകിലിരുത്തിക്കൊണ്ട്. ഇവർ തമ്മിൽ വാക്ക് തർക്കത്തിന് എന്ത് കാരണവുമായിക്കൊള്ളട്ടെ, മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരബോധമൊന്നും ഇല്ലല്ലോ. അവസാനം എന്താ സംഭവിച്ചത്? ഈ മാതാപിതാക്കൾ ഇനി എന്തും പറഞ്ഞ് ജീവിക്കണം? ഈ മാതാപിതാക്കൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കും. പിള്ളേർക്ക് ആഹാരവും വസ്ത്രവും പഠന സാഹചര്യങ്ങളും ചോദിക്കുമ്പോൾ കാശും അല്ലെങ്കിൽ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കുന്തവും കുടച്ചക്രവും ഒന്നും മാത്രം കൊടുത്താൽ പോരാ. അവർക്ക് കൊടുക്കുന്നതൊക്കെ അവരെങ്ങനെ ഉപയോഗിക്കുന്നു, എന്തിനുപയോഗിക്കുന്നു, ആർക്കൊപ്പമാണ്, ഇതൊക്കെ കൂടി ചോദ്യം ചെയ്യേണ്ട, ഗുണദോഷിച്ച് വളർത്തേണ്ട ഒരു കടമ കൂടി ഒരു പരിധിവരെ മാതാപിതാക്കൾക്കുണ്ട്. ഇനി അങ്ങനെ ഗുണദോഷിച്ചതിന്റെ ഫലമായിട്ട് അങ്ങ് കയറി തൂങ്ങുന്നെങ്കിൽ തൂങ്ങട്ടെ, അത് അവരുടെ വിധിയെന്ന് നമുക്കങ്ങ് വിചാരിക്കാം. അതിനെ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞ് മാതാപിതാക്കൾക്ക് അവരവരുടെ കടമ ചെയ്യാതിരിക്കാൻ പറ്റുമോ? കടമ ചെയ്യാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതൊക്കെ. ഇനി ഇങ്ങനെയുള്ള കേസുകൾ, അതായത് ഈ പെൺകുട്ടികൾ മദ്യപിക്കുന്നു, 19 വയസ്സ്, 18, 19 വയസ്സിലൊക്കെ മദ്യപിക്കുന്നു, സ്വന്തം ആൺ സുഹൃത്തിനെ കണ്ടെത്തുന്നു, അവന്റെ കൂടെ എവിടെങ്കിലുമൊക്കെ കറങ്ങുന്നു, നടക്കുന്നു. ഇതിപ്പോ കൊലപാതകം നടന്നതുകൊണ്ട് ഇത് അറിയുന്നു. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, സർക്കാരിന്റെ തിയേറ്ററിലെ ദൃശ്യങ്ങൾ ലീക്കായപ്പോ എന്റെ പൊന്നോ, തൊലി ഉരിഞ്ഞു പോവുകയാണ്. ഒരു പയ്യൻ നടുക്കിരുന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും 2 പെൺകുട്ടികൾ ഇരുന്നിട്ട് 2 പേർക്കും ഒരുപോലെ അവൻ, ഞാനൊന്നും പറയുന്നില്ല, അവർ 3 പേരും തിയേറ്ററിൽ ഇരുന്ന് കാണിച്ചു കൂട്ടുന്ന CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ഇവര് വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല. ഇവരൊക്കെ വേറെ ആരുടെയെങ്കിലും ഒക്കെ പെടലി ചെന്ന് കയറും. നിരപരാധികളുടെ, ഇതൊന്നും അറിയാത്ത ആൺകുട്ടികളുടെയോ പെൺകുട്ടികളുടെയോ ഒക്കെ തലയിൽ ചെന്നായിരിക്കും ഇവനും ഒക്കെ ചെന്ന് വീഴുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ കണ്ടിട്ടും അറിഞ്ഞിട്ടും പോലും ഇല്ലാത്ത ഒരുപാട് ആളുകളോട് വലിയ വലിയ ദ്രോഹങ്ങളാണ് ഭാവിയിൽ ഇവർ ചെയ്യാനിരിക്കുന്നത്. ആണും പെണ്ണും ഒന്നും മിണ്ടിയാൽ എന്താ, ഒരു പ്രശ്നവും ഇല്ല. ആണും പെണ്ണും മിണ്ടിക്കോട്ടെ, അവർ മിണ്ടി തന്നെ വളരണം. ഓപ്പോസിറ്റ് സെക്സിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഓരോ കുട്ടിക്കും ഉണ്ടായിരിക്കണം. അതൊക്കെ കറക്റ്റാണ്. പക്ഷെ കൂട്ടുകൂടുന്നത് അത് ഒരേ സെക്സിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, ഓപ്പോസിറ്റ് സെക്സിൽപ്പെട്ട ആളുകളായിക്കൊള്ളട്ടെ, ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിക്കാനോ കള്ളു കുടിക്കാനോ കാമിക്കാനോ കാമലീലകളിൽ പബ്ലിക് സ്ഥലങ്ങളിൽ ചെന്നിരുന്ന് ഏർപ്പെടാനോ ഒന്നും അല്ല ആ സൗഹൃദം. ഈ സൗഹൃദം എന്തിനു വേണ്ടിയാണ് എന്നുള്ള ഒരു ബോധം കൂടി ഉണ്ടാവണം. ആൺ സുഹൃത്ത് ആൺ സുഹൃത്ത്, പെൺ സുഹൃത്ത് പെൺ സുഹൃത്ത്, ഇതെന്താ ഈ വിശേഷണം? ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് വന്ന വിശേഷണമാണ്. സുഹൃത്താണെങ്കിൽ സുഹൃത്ത് എന്ന് പറയുക, അല്ലാതെ ആരും അറിയാതെ ഒരുത്തിയുടെയോ ഒരുത്തന്റെയോ കാമം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ സുഹൃത്ത് എന്നൊരു പേരിട്ട് വിളിക്കരുതെന്നൊരു അപേക്ഷയുണ്ട്. ആ ഒരു സുഹൃത്ത് എന്നുള്ള ഒരു വാക്കിനും ആ ഒരു വികാരത്തിനും ഒക്കെ ഒരു ഇത്തിരി വിലയുള്ളതാണ്. 1:50 പുറത്ത് കറങ്ങി നടക്കുക എന്ന് പറയുമ്പോൾ വീട്ടുകാർ ഈ സമയത്ത് എവിടെയാണെന്ന് വീട്ടുകാർ അന്വേഷിക്കുന്നില്ലേ? ആരെങ്കിലും ഈ സമയത്ത് പുറത്തിറങ്ങി നടന്നൂടെ? നൈറ്റ് ലൈഫ് ആഘോഷിച്ചൂടെ? ആഘോഷിച്ചോ, അതിന്റെ രീതികളില്ലേ? നിസാരം, ചിലപ്പോ ഒരു നിസാര കാര്യത്തിന്റെ പേരിലായിരിക്കും തർക്കം ഉണ്ടായത്. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവന്റെയും ജീവിതം പോയി, അവളുടെയും ജീവിതം പോയി. ഈ ആൺ സുഹൃത്ത്
എന്ന് പറയുന്ന കാറ്റഗറി വരുന്നവന്മാര് ചെയ്യുന്നതാണ് ഈ വക സംഭവങ്ങൾ. എന്താ, എപ്പോ ദേഷ്യം വന്നോ അന്നേരം അങ്ങ് തലക്കടിച്ച് കൊന്നേക്കും, അല്ലെങ്കിൽ വിഷം കൊടുത്തങ്ങ് കൊന്നേക്കും, അല്ലെങ്കിൽ കുത്തി കൊന്നേക്കും. ഇതൊക്കെ ആൺ സുഹൃത്തിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. ഈ സംഭവങ്ങൾ ആവർത്തിക്കും തോറും കുറെ അധികം ആളുകൾ ഇതിനെങ്ങ് പിന്തുടർന്നുകൊണ്ടേയിരിക്കുക, ഇതൊരു മാതൃകയാക്കിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ തന്നെ ഇല്ലാതാക്കണം. അതിന് കോടതി എന്തെങ്കിലും മുൻകൈ എടുക്കണം. ഇതാരെ ഈ ആൺ സുഹൃത്തൊന്നും ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ആൺകുട്ടികളെ, അല്ലെങ്കിൽ നമുക്ക് നാട്ടിലോ മറ്റേതെങ്കിലും വിധത്തിൽ നമുക്ക് സൗഹൃദം ഉള്ള ആൺകുട്ടികളെ ആൺ സുഹൃത്ത് എന്ന് പറയാറുണ്ട്, പെൺ സുഹൃത്ത് എന്ന് പറയാറുണ്ട്. ഇതെന്തോന്ന് ഇത്? പ്രേമം 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ഞങ്ങൾ പ്രേമിക്കുന്നത് തെറ്റാണോ? പ്രേമിക്കുന്നത് എവിടെ തെറ്റ്? പ്രേമിക്കണം, പ്രേമമായിരിക്കണം. അത് പ്രേമം എന്താണെന്നറിയാത്ത പ്രായത്തിൽ അതെന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം, ആ ഒരു ലെവലിലേക്ക് മസ്തിഷ്കം ഒന്ന് വികസിക്കുന്നതിന് മുൻപേ എടുത്തു ചാടുകയാണ് അന്ധമായ പ്രേമം. ഒരുത്തൻ ഇതൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമ്മർദ്ദം കൂടും. പിന്നെ പറയുന്ന ഭാഷ മാറിപ്പോകും. ചിലപ്പോ എവിടെങ്കിലും അങ്ങോട്ടേക്കോട്ട് മാറി മാറി പിടിച്ച് സുഖിക്കുന്നതിന്റെ പേരാണോ പ്രേമം? ആണോ? അതോ ഫോണിൽ പാതിരാത്രി മുഴുവൻ, രാത്രി ഇന്നില്ല പകലെന്നില്ലാതെ പഠനോ ഇല്ല, ജോലിക്കും പോകാതിരുന്ന് ഫോൺ സെക്സ്, അതാണോ പ്രേമം? അതാണ് പ്രേമം എന്നാണോ തെറ്റിദ്ധരിക്കുന്നത്? ഒരിടയ്ക്കത്തെ ട്രെൻഡ് അല്ലായിരുന്നോ കലിപ്പനും കാന്താരിയും? നീ എന്ത് ചുരിദാറിന്റെ ഷാൾ ഇടാത്തത് എന്നും ചോദിച്ചു കാരണം തൊറ്റയടി. അപ്പൊ ചിരിച്ചുകൊണ്ട് ചേട്ടായിയുടെ കെയറിങ്. ഇങ്ങനെ നടക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. സ്വന്തം വ്യക്തിത്വം മനസ്സിലാകാതെ മറ്റവൻ അടിമപ്പെട്ട്, അല്ലെങ്കിൽ ചില ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുടെ വ്യക്തിത്വത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നത്. ഇതെന്താണ് ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇവരെന്താ ഫീൽ ചെയ്യുന്നത്, നമ്മൾ ഫീൽ ചെയ്യുന്ന വികാരം തന്നെയാണോ യഥാർത്ഥ പ്രേമം എന്ന് അറിയില്ല. അപ്പൊ കുറെ പേര് വാദിക്കും ഓരോരുത്തർക്ക് ഓരോ തരത്തിലാണ് പ്രേമമെന്ന്. ഒരാളെ കൊല്ലാനുള്ള ലൈസൻസ് ആണോ പ്രേമം? ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഈ മരണപ്പെട്ടു പോയ ആളുകളോട് നമുക്ക് ഒരു സഹതാപവും തോന്നുന്നില്ല എന്നുള്ളതാണ്. അതെന്തൊരു കഷ്ടമാണെന്ന് ഓർത്തു നോക്കിയേ. 19 വയസ്സ് അല്ലെങ്കിൽ ചെറിയ പ്രായമോ വലിയ പ്രായമോ ഒരാൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കതിൽ വലിയ ദുഃഖമൊന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു കഷ്ടം ആ നഷ്ടപ്പെട്ടു പോയ ജീവന് സംഭവിക്കാനുണ്ടോ? നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ദേഷ്യം ഇവരോട് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു സങ്കടം തോന്നാത്തതിന്റെ കാര്യം എന്താ? നമ്മൾ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് അത് അർഹതപ്പെട്ടതാണ്, അതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, അത് അവന് ആവശ്യമായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവർ കാണിക്കുന്ന തെറ്റിന്റെ ആഴം നമുക്കറിയാവുന്നത് കൊണ്ട്. ചിലവന്മാരൊക്കെ ബൈക്കിൽ ഹെൽമെറ്റും വെക്കില്ല, സൈഡ് മിററും കാണത്തില്ല, എത്ര ട്രാഫിക് ആണെങ്കിലും ഇങ്ങനെ ചെന്ന് എവിടെങ്കിലും തലയും കുത്തുമറിഞ്ഞ് വീഴുമ്പോൾ നമുക്ക് മുഖത്ത് ചിരിയാ വരുന്നേ. അയ്യോ വീണേന്ന് നമ്മളാരും പറയത്തില്ല. കാരണം എന്താ? ചെയ്ത തെറ്റിന് അന്നേരം ഫലം കിട്ടി. കർമ്മഫലം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറയില്ലേ പണ്ടൊക്കെ പിന്നെ ആയിരുന്നു, ഇപ്പൊ അടുത്തടുത്ത് കിട്ടും. ഇപ്പൊ ചെയ്യുന്നതിന് ഏറ്റവും അടുത്ത് തന്നെ അതിനുള്ള റിസൾട്ട് കിട്ടും. 19 വയസ്സ് എന്തിനുള്ളതാ? ഈ പിള്ളേർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവത്തില്ല. പഠിക്ക്, ജീവിത ലക്ഷ്യം മനസ്സിൽ സെറ്റാകുക പോലും ഇല്ല പ്രായത്തിൽ. എന്നിട്ട് പിന്നെ പ്രേമമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പാതിരാത്രിയിലൊക്കെ ചാടി കയറി ഏതവന്റെ ആണെങ്കിലും ബൈക്കിൽ കയറി പോകുന്നതിനൊന്നും ഒരു പേടിയില്ല. പെൺപിള്ളേർക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും അങ്ങനെ തന്നെ. ഏതെങ്കിലും ഒരുത്തി വന്നൊന്ന് ചിരിച്ച് കാണിച്ച, ചേട്ടാ എന്നൊന്ന് മധുരത്തിൽ ചാലിച്ചങ്ങ് വിളിച്ച, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊന്ന് പ്രലോഭിപ്പിച്ച ഉടനെ സകലതും അങ്ങ് ത്യജിച്ചു കൂടെ പൊക്കോളും. സ്വന്തം പെറ്റ അമ്മ മരിക്കാറായി കിടന്ന ഒരു മരുന്നിന് മെനക്കിടത്തില്ല. പക്ഷെ ഈ കാമുകി എന്ന് തെറ്റിദ്ധരിക്കുന്ന അവളുമാർക്ക് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്യാനും അവന്മാര് തയ്യാറാ. നമ്മളൊക്കെ ജീവിച്ചു വന്ന സമയത്ത് നമുക്കൊരു കടമ, കടപ്പാട്, ബാധ്യത എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ജീവിതത്തിലില്ല. ആർക്കും ആരോടും ഇല്ല. പ്രത്യേകിച്ച് വളർത്തി വലുതാക്കിയ മക്കൾക്ക് മാതാപിതാക്കളോട് തീരെയില്ല. ഇതെല്ലാം അമ്മമാരുടെയും അച്ഛന്മാരുടെയും കടമയാണെന്നാണ് പറയുന്നത്. ഈ കേട്ടോണ്ടിരിക്കുന്ന പിള്ളേരുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, എത്ര അമ്മമാരും അച്ഛന്മാരും സ്വന്തം മക്കളോട് കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ കടമകൾ നിർവഹിക്കാതിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എത്രയോ ഇടങ്ങളിൽ അനീതി കാണിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്, ആഹാരം കഴിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം കിട്ടാത്ത ഇടങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ തരുമ്പോൾ അതൊക്കെ അവരുടെ അങ്ങ് കടമയാണെന്ന് പറഞ്ഞാലോ? ചോദിക്കുമ്പോൾ പൈസ എടുത്ത് കൊടുക്കണമെന്ന് ഇവിടെ നിയമമൊന്നുമില്ല. പിന്നെ നിങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ട്, ആ ഒരു വൈകാരികത കൊണ്ട്, നമ്മൾ ജന്മം കൊടുത്തതല്ലേ എന്നുള്ള ഒരു അടുപ്പം കൊണ്ട് അങ്ങ് ചെയ്യുമ്പോൾ അതിനെ അങ്ങ് മുതലെടുക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഒരു വീഡിയോ ചെയ്ത് കരഞ്ഞ് അവരുടെ കണ്ണൊക്കെ വീർത്തു. അവർ പറയുകയാണ്, മക്കളൊക്കെ വളർന്നു വലുതായി, വളർന്നു എന്നറിയാതെ ഞാൻ അവരെ ഒന്ന് ഉപദേശിച്ചു. അപ്പൊ അവർ മുഖത്ത് നോക്കി പറഞ്ഞു, അമ്മ ഞങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്ന്. കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ആ സ്ത്രീ സംസാരിക്കുകയാണ്. മക്കളോടൊന്നും ഒരു കാര്യം ഇപ്പൊ പറഞ്ഞു കൊടുക്കാൻ വയ്യ. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കാര്യം നോക്കാൻ. 2K അത് ഇത് ഇപ്പൊ ഇത് കുലസ്ത്രീ ചമയുന്നതാന്ന് തോന്നിയാലും പ്രശ്നമില്ല, വസന്തങ്ങളാന്ന് പറഞ്ഞാലും ഒരു കോപ്പും ഇല്ല ഇവിടെ.
പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ വസന്തങ്ങളൊക്കെ ആയിരുന്ന സമയത്തുണ്ടല്ലോ ഒരു നന്മയുണ്ടായിരുന്നു മനുഷ്യർക്ക്, നാടിനൊരു നന്മയുണ്ടായിരുന്നു. ഏതായാലും ഇത്രയും കുറ്റകൃത്യങ്ങളൊന്നും അന്ന് നടന്നിട്ടില്ല, ഇത്രയും ബന്ധങ്ങളിൽ മൂല്യച്യുതി സംഭവിച്ചിട്ടില്ല. കുറ്റകൃത്യങ്ങളൊക്കെ എന്നും ഉണ്ടായിട്ടുണ്ട്, അധപ്പതനങ്ങളൊക്കെ ആ സമയത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഇല്ല. ഒന്നുമില്ലെങ്കിൽ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ കണ്ടു പഠിക്കണം, അല്ലെങ്കിൽ അവരവർക്കെങ്കിലും ഒരു ചെറിയ കൊട്ട് കിട്ടുമ്പോൾ അതൊരു മുന്നറിയിപ്പാണെന്ന് വിചാരിക്കണം. പഠിക്കത്തില്ല. ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് നമ്മൾ പറയുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്നാണോ? ഒരു പ്രയോജനമില്ല. പിന്നെ നമുക്കുള്ള ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ, അതങ്ങ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നതേ ഉള്ളൂ. ഈ സമാനമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കുളിക്കാൻ പോയി, ആൺ സുഹൃത്തിന്റെ കൂടെ കുളിക്കാൻ ഇറങ്ങി 2 എണ്ണവും മുങ്ങി മരിച്ച സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തു. വലിയ രീതിയിൽ കുറെ പേര് ആ വീഡിയോ കണ്ടു. എന്ത് പ്രയോജനമാണ്? മാതാപിതാക്കളാണ് ഇത് കാണുന്നതല്ല. അവർക്ക് എന്താണോ, മാതാപിതാക്കൾക്ക് മക്കളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, മക്കൾക്കാണെങ്കിൽ ജനിച്ചൊരു പരുവ് എത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ ബാധ്യതയായി. ഇത് നാടെവിടെ ചെല്ലും? എന്ത് പ്രതീക്ഷ? ആരെ പ്രതീക്ഷിച്ച് ജീവിക്കും? പ്രതീക്ഷകളില്ലാത്ത ഒരു ജീവിതത്തിന് എന്തെങ്കിലും നിറങ്ങളുണ്ടോ? നമ്മൾ ജീവിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? പൊന്നു മനുഷ്യരെ, മാതാപിതാക്കൾക്ക് മക്കളോട് ഒരു പരിധി വരെ ഉത്തരവാദിത്വം വേണം. പൈസയും ആഹാരവും വസ്ത്രവും കൊടുക്കൽ മാത്രമല്ല മാതാപിതാക്കളുടെ ജോലി, അവരുടെ ഇഷ്ടങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് മാത്രമല്ല മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ പറയും ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളുടെ കുടുംബം മറ്റൊരു കുടുംബത്തെ നാളെ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ മറ്റന്നാൾ ബാധിക്കാനിരിക്കുന്ന കാര്യമാണ്. ഒരാൾക്കും മറ്റൊരാളുമായിട്ട് ആശ്രയത്വമില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കാര്യം എന്നും പറഞ്ഞൊരു സംഗതി ഇല്ല. എല്ലാം സമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ അടുത്ത് നിങ്ങളെ ജനിപ്പിച്ച് വലുതാക്കുന്നത് നിങ്ങൾക്ക് തോന്നിയ രീതിയിലുള്ള എല്ലാം ചെയ്യാനല്ല, നിങ്ങളുടെ ഇഷ്ടങ്ങൾ സാധിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിച്ചോ, ഇഷ്ടപ്പെട്ട തുണി ഉടുത്തോ, ഇഷ്ടപ്പെട്ടത് പഠിച്ചോ, ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിച്ചോ. പക്ഷെ ചതിയും വഞ്ചനയും പഠിക്കേണ്ട പ്രായത്തിൽ, പക്വതയില്ലാത്ത പ്രായത്തിൽ മാതാപിതാക്കളോടും നാട്ടുകാരോടും കാണിച്ച് സ്വയം ജീവിതവും ജീവനും ഇല്ലാതാക്കുന്ന ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, ഇത് ഒരുപാട് നാളുകൊണ്ട് കേരളത്തിൽ ഒരു ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. കണ്ടിട്ടൊന്നും പഠിക്കുന്നില്ല. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വരെ ഇത്തരം ബന്ധത്തിലുള്ളവരുണ്ടാവും. സ്വയം ചിന്തിക്കുക. തുടർന്ന് ജീവിക്കണം. അത് ഒരുത്തനുമായിട്ട് അല്ലെങ്കിൽ ഒരുത്തിയായിട്ട് കുറച്ച് നാളിങ്ങനെ സുഖിച്ചും പിടിച്ചും കളിച്ചും ഒക്കെ ഇങ്ങ് നടന്നിട്ട് പിന്നെ അങ്ങ് ചത്തുപോകാനാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷെ മാതാപിതാക്കളെ മാനസികമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഇതിനപ്പുറം കുറെ കൂടെ കാര്യങ്ങൾ സംസാരിച്ചാൽ എൻ്റെ കൈ വിട്ടുപോകും. അതുകൊണ്ട് ഇത്രേ പറയുന്നുള്ളൂ. ബാക്കി ഞാൻ പറയാതെ പോയ കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾക്കറിയാം ഇനിയും. അതൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതും.